അല്ലാഹ് പറയാണ് ഉദ്ഖുലൂ ജന്ന, നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ പോവുക. ഇല്ലാ റജുലൻ വാഹിദ, ഒരൊറ്റ പുരുഷനൊഴികെ, ഒരൊറ്റ മനുഷ്യനൊഴികെ ഒരാൾ സ്വർഗ്ഗത്തിൽ പോകണ്ട, ഒരാൾ സ്വർഗ്ഗത്തിൽ പോകണ്ട. ബാക്കി എല്ലാവരും സ്വർഗ്ഗത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, ആ മാറ്റി നിർത്തപ്പെടുന്ന ഒരേ ഒരാള് അത് ഞാനാകുമോ എന്ന് ഭയപ്പെടുമോ എന്ന് പൊട്ടിക്കരഞ്ഞതാരാ? ഉമറേ, അൻത ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലാണടാ, നീ സ്വർഗ്ഗത്തിലാണെന്ന് ജീവിച്ചിരുന്നപ്പോ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ തങ്ങൾ അങ്ങനെ ഭയപ്പെട്ടു പോയെങ്കിൽ ഇന്നിന്റെ ഉദയസൂര്യനെ സാക്ഷി നിർത്തി നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോ ഈ സമയത്ത് നമ്മൾ വിജ്ഞാന വേദിയിൽ വന്നിരിക്കുന്നത് വരെ എത്ര മണിക്കൂറുകളാ നമ്മുടെ ജീവിതത്തിലെ കടന്നുപോയത്? സ്വന്തമായൊന്ന് ചിന്തിക്കുവാപ്പോ, ഇന്നത്തെ പകല് മാത്രം ഒന്ന് കണക്ക് കൂട്ടുക. എത്ര ഹറാമാ നമ്മൾ കണ്ടുപോയത്, എത്ര ഹറാമാ നമ്മൾ കേട്ടുപോയത്, എത്ര ഹറാമിനെ പറ്റിയാ ഒന്ന് ചിന്തിച്ചിട്ടുള്ളത്? അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരുന്നുകൊണ്ട് ഉമർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, യാ റസൂലല്ലാഹ്, ആ ഒരാളെ ഞാനാകുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രമാത്രം പരലോകത്തെ ഭയപ്പെട്ടവരാണ് മുൻഗാമികളായ സ്വഹാബത്തുകൾ എന്ന് ചരിത്രം സാക്ഷിയാണ്. എന്തുകൊണ്ട് നമുക്ക് ഭയപ്പാട് വരണില്ല?